ഹേ ഗായ്സ്, ഇന്ന് നമ്മൾ കസിൻസ് എല്ലാവരും വൈബ്ലാൻഡ് പോവാണ്. പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള ഈസായിട്ട് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ വ്ളോഗില് കാട്ടണേന് കുഴപ്പമൊന്നുമില്ല. ഇതിന്റെ മൂത്തമ്മാന്റെ മോളാണ് കേട്ടോ പാത്തു. എല്ലാരും കൂടി കാറിലിട്ട് നമ്മൾ പോയിട്ടുണ്ടായിന്. ഒരു വൈകുന്നേരം ടൈമിലൊക്കെ നമ്മൾ പോയിട്ടുണ്ടായിന്. സ്വിമ്മിംഗ് പൂൾ നമ്മൾ കുറെ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കോൾ ചെയ്തിട്ടുണ്ടായിന്, പക്ഷെ ഒന്നും റേറ്റ് ആയില്ല. കാരണം പെരുന്നാളൊക്കെ ആയതുകൊണ്ട് അതിന്റെ തിരക്കെല്ലാം ഉണ്ടായിന്. അപ്പം നമുക്ക് പൂള് കിട്ടിയില്ല സെപ്പറേറ്റ്. അങ്ങനെ പിന്നെ നമ്മൾ ഏതായാലും അവിടേക്ക് പോവാന്നുള്ള രീതിയിൽ അങ്ങനെ പോയതാണ്. പോണ വഴി പിന്നെ നമ്മൾ പെട്രോളൊക്കെ അടിച്ച് പോയി. എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് അടിക്കണം. അത് പറയാൻ ഞാൻ പറഞ്ഞു കൊടുത്തൊന്നല്ല കേട്ടോ, അത് ഓളെന്നെ പറഞ്ഞതാണ്. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ എത്തിട്ടോ. ഏകദേശം വെയിലൊക്കെ പോയിട്ടുണ്ടായി കേട്ടോ നമ്മളവിടെ എത്തിയപ്പോൾ. നമ്മൾ കുറേ പ്ലാനിട്ട് അവിടേക്കാ പോണേ. അങ്ങനെ പ്ലാനിട്ട് ലാസ്റ്റ് എത്തിയത് ഇവിടെ. ഇനി എൻ്റെ അനിയനും പാത്തും ഒരേ ഏജിലുള്ള ആൾക്കാരാണ് കേട്ടോ. പാത്തു എൻ്റെ മൂത്തമ്മാൻ്റെ ചെറിയ മോളാണ്. അങ്ങനെ നമ്മൾ അവിടേക്ക് കയറി ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടോ. എല്ലാവർക്കും ടിക്കറ്റ് എടുത്തിട്ട് പിന്നെ ആണ് അതിനുള്ളിലേക്ക് കയറിയത് നമ്മൾ. അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ടായിന് കേട്ടോ. പെരുന്നാളായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ടായിന്. പിന്നെ ഇവിടെ മെയിനായിട്ട് ഉള്ളത് നമുക്ക് വലിയ ആൾക്കാർക്ക് മെയിനായിട്ടൊന്നുമില്ല. ഫുട്ബോള്, മറ്റേ സോപ്പി ഫുട്ബോളൊക്കെ ഉണ്ട്. അല്ലാതെ കുട്ടികൾക്കാണ് കേട്ടോ ഇവിടെ വന്ന ലാഭാവ സ്വിമ്മിംഗ് പൂള് കാര്യങ്ങളൊക്കെ. അങ്ങനെ പിന്നെ അനിയനും പാത്തൊക്കെ സ്വിമ്മിംഗ് പൂളിൽ ചാടാൻ വേണ്ടിയിട്ട് പോയിന്. അങ്ങനെ പിന്നെ നമുക്ക് ബോറടിച്ച് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറില്ല, ഫുള്ള് പോസ്റ്റഡിയാണ്. അങ്ങനെ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ കഴിച്ച് ഐസ്ക്രീം കഴിക്കാൻ പോയി. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് ഫുഡോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. ഐസ്ക്രീമിൻ്റെ ഒരു കടയും പിന്നെ ലോഡഡ് ഫ്രൈസിൻ്റെ ഒരു കടയും, അങ്ങനെ ടോട്ടൽ 2 ഷോപ്പേ ആകെ ഇതിൻ്റെ ഉള്ളിലാണ് കണ്ടിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ടേനി. അങ്ങനെ പിന്നെ ഐസ്ക്രീമൊക്കെ തിന്നതിന് ശേഷം പിന്നെ നമ്മൾ അവിടെ അങ്ങനെ ചുറ്റി കാണാമെന്ന് വിചാരിച്ചു. ഞാനും എൻ്റെ കസിനും കാണാൻ പോയിട്ടോ. അവിടെ എല്ലായിടത്തും ഇങ്ങനെ നടന്ന് കണ്ട് നമ്മൾ. പിന്നെ അവിടെ നേരെ കുറച്ച് നേരം ഇരുന്ന് കണ്ട് കുട്ടികൾ കളിച്ചതൊക്കെ നോക്കി ഉത്തർന്ന്. ഞങ്ങൾ അവിടെയൊക്കെ നടക്കാൻ പോയതിൻ്റെ ഇടയിൽ ഉമ്മിയോലൊക്കെ ലെയിമൊക്കെ വാങ്ങിയിട്ടുണ്ടായിന്. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ നിന്നും കുറച്ച് ലെയിമൊക്കെ കുടിച്ചു. അങ്ങനെ പിന്നെ നമ്മൾ സ്വിമ്മിംഗ് പൂളിൻ്റെ ആ ഒരു ഇതിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടോ. ഉള്ളിൽ പോയി കുറച്ച് നേരം എല്ലാവരും ചാടണതൊക്കെ പോയി കണ്ടു. നല്ല രസം ഉണ്ടായിന് കേട്ടോ. നൈറ്റ് ആയപ്പം നൈറ്റിലാണ് കേട്ടോ രസം. ലൈറ്റൊക്കെ കത്തി എല്ലാം നൈറ്റിലാണ് രസം കാണാൻ കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മളവിടെ കുറേ നേരം ഓൾക്ക് വേണ്ടിയിട്ട് കാത്തുനിന്ന് ഓല് വരാൻ വേണ്ടിയിട്ട് എൻ്റെ അനിയനും പാത്തൊക്കെ അങ്ങനെ ഇനി ഓളെ എക്സ്പീരിയൻസ് ഓള് പറയൂ കേട്ടോ. അടിപൊളി എക്സ്പീരിയൻസ്. ലാസ്റ്റത്തെ പൂളൊന്ന് കുറച്ച് ആയം കൂട്ടുന്നുണ്ട്. അടിപൊളി. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. ഓള് പറഞ്ഞ അതിൽ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ലൈക്ക് ആൻഡ് ഡു കമൻറ്റ്. അങ്ങനെ ഓല് വന്നതിൻ്റെ ശേഷം ഓല് ഐസ്ക്രീം തിന്നാൻ പോയി. കാരണം നമ്മൾ വാങ്ങിയപ്പോൾ ഓല അവിടെ ഇല്ലേനു. അങ്ങനെ പിന്നെ ഓൾക്ക് ഐസ്ക്രീം വാങ്ങി പിന്നെ നമ്മൾ നേരെ തിരിച്ച് കാറൊക്കെ തന്നെ പോയി. അങ്ങനെ പിന്നെ നമ്മൾ വൈബ്ലാൻഡിൽ നിന്ന് ഇറങ്ങിയാണ്ട് പിന്നെ നേരെ നമ്മൾ കസവ് കേന്ദ്രമൊക്കെ പോകാമെന്ന് വിചാരിച്ച്. ഉമ്മാക്കും മൂത്തമ്മാക്കും കുറച്ച് ഡ്രസ്സൊക്കെ നോക്കണ്ടേന്. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ കയറിയിട്ടോ. ഇമ്മയും മൂത്തമ്മയും വേറെ വഴിക്ക് പോയി. പിന്നെ നമ്മൾ കസിൻസ് എല്ലാവരും കൂടി ലിഫ്റ്റിൽ കയറിപ്പോയി വെറുതെ രസത്തിന്. ഇമ്മയും മൂത്തമ്മയും എന്തൊക്കെയോ നോക്കണ്ടേനിട്ടോ. മൂത്തമ്മക്ക് എന്തൊക്കെയോ ടോപ്പൊക്കെ എടുക്കണ്ടേനി. അങ്ങനെ പിന്നെ ബോറടിച്ചല്ലേ തുടങ്ങിയിട്ടോ. നല്ല പോസ്റ്റ് അടിച്ച് കുത്തിറക്കിയേനി. പിന്നെ ഇതേനിട്ടോ നാട്ടിന് ഡ്രസ്സും സിമ്പിളായിട്ട് ഇട്ടീനി. നല്ല ഇതിലൊന്നും ഇട്ടിട്ടില്ല, മടിയായിട്ട്. അങ്ങനെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ നടന്ന് അവിടെ നമ്മൾ ഷോള് കുറേ എടുത്തിട്ടുണ്ട്. ഷോളിനൊക്കെ നല്ല റേറ്റ് കുറവാണ് കേട്ടോ കസവ് കേന്ദ്രയിൽ. അങ്ങനെ പിന്നെ നമ്മൾ ബില്ലൊക്കെ വാങ്ങി നമ്മൾ പിന്നെയും ഉമ്മാനെയും മുത്തമ്മനെയും കുറേ കാത്തുനിന്ന് പിന്നെ ഓല എന്തൊക്കെയോ നോക്കണ്ടേനി. അങ്ങനെ ഓലെ കാത്തിക്കുന്ന ഇടയിൽ നമ്മൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടേനി. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇന്ത്യൻ മാൾക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടോ. ഏതായാലും അടുത്ത് തന്നെ ആയതുകൊണ്ട് നമ്മൾ ഇന്ത്യൻ മാളിലും കൂടി ജസ്റ്റ് കയറി വരാമെന്ന് വിചാരിച്ച് നമ്മൾ പോയിട്ടുണ്ടേനി. അങ്ങനെ പിന്നെ നമ്മൾ ഇന്ത്യൻ മാളിൽ കയറി നേരെ ഫുഡ് കോർട്ട് പോയിട്ടുണ്ടേനി. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചതിന് ശേഷം നമുക്കൊന്നും പറ്റില്ല. പിന്നെ പുറത്തുനിന്ന് കഴിക്കാൻ നമ്മളങ്ങനെ അവിടെ പിന്നെ ഫുള്ള് ചുറ്റി കറങ്ങി. എങ്ങനെ പോയാലും മേക്കപ്പിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ഒരാളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിനി. കാര്യമായിട്ടൊന്നുമില്ല, വെറുതെ അവിടെ കുറേ നടന്ന് അത് കഴിഞ്ഞ് നമ്മൾ വെറുതെ കാണാൻ പോയതാണ്. അവിടുന്ന് ഇറങ്ങി പിന്നെ നമ്മൾ
ഫുഡ് കഴിക്കാനായിട്ട് പോയി. എല്ലായിടത്തും പോയി വന്നപ്പോഴത്തേനും അത്യാവശ്യം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കടകളൊക്കെ അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം നല്ല തിരക്കുണ്ട്, മാത്രമല്ല കുറേ ഓപ്പൺ അല്ലാത്തതുണ്ടായിന് കേട്ടോ. അങ്ങനെ വന്ന് നമ്മൾ ഹിൽ ടോപ്പിലെ സുൽത്താൻ പാലസിലാണ് കയറിയിട്ടുണ്ടായിന്. അപ്പം കയറിയപ്പം ഒരു സാധനം ഇല്ല കേട്ടോ, എല്ലാം ഏകദേശം തീർന്നിട്ടുണ്ടായിന്. അന്ന് നല്ല തിരക്കുണ്ടായിന് തോന്നുന്നു. അപ്പോൾ നമ്മൾ വന്നപ്പം കാര്യമായിട്ടൊന്നുമില്ല. നമ്മൾ മന്തി കഴിക്കാൻ വിചാരിച്ചിട്ട് തന്നെ ഇരുന്നീന്, പക്ഷെ മന്തി കാര്യങ്ങളൊന്നുമില്ല, എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിന്. ബിരിയാണി അങ്ങനെ പിന്നെ പൊറാട്ട ഉണ്ടായിന്, പിന്നെ ചട്ടിക്കറി ഓല് ഉണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ അത് ഓർഡർ ചെയ്ത് ഏതാണുള്ള വെച്ചാൽ തിന്നാ വെച്ചിട്ട് പിന്നെ നമ്മൾ പൊറാട്ടയും ചട്ടിക്കറിയും ഓർഡർ ചെയ്ത്. ചട്ടിക്കറി നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ. ഞാൻ ചട്ടിക്കറി ഇതായിട്ട് കേട്ടിട്ടില്ല. അങ്ങനെ പിന്നെ ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കിയാൽ ടേസ്റ്റൊക്കെ ഉണ്ടായിനി. അങ്ങനെ പിന്നെ നമ്മൾ അതൊക്കെ തിന്ന് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിനി. സുൽത്താൻ പാലസിന്റെ ടിഷ്യൂ പേപ്പർ കുറെ എടുത്തത് പൊക്കിയതാ. അപ്പൊ ഫുഡ് കഴിച്ചു. അതെ, ഫുഡ് ഉഷാറി. അതെ, അത്ര ഉള്ളു. 1000 കയറി കാശ് ഞങ്ങളെ ബില്ല്. അതെ, അടിപൊളി. ഫുഡൊക്കെ അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോയോണ്ടിരിക്കുകയാണ്. അങ്ങനെ തിരിച്ച് നമ്മൾ ഉമ്മാൻ്റെ അവിടെ തന്നെ എത്തി. അപ്പം തന്നെ പടക്കമൊക്കെ കുറച്ച് പൊട്ടിച്ചാൽ ഓല എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പിന്നെ പടക്കമൊക്കെ പൊട്ടിച്ച. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ അന്നത്തെ വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആൻഡ് ഡു കമൻറ്റ്, ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.